ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. യൂണിറ്റ് 2 ട്രിഗണോമെട്രിയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഫസ്റ്റ് യൂണിറ്റ് ട്രിഗണോമെട്രി 1 എന്ന് പറയും, സെക്കൻഡ് യൂണിറ്റ് ട്രിഗണോമെട്രി 2 എന്ന് പറയും. അപ്പോൾ ട്രിഗണോമെട്രിയിലെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കും. നമുക്ക് ആകെ 4 യൂണിറ്റാണ് മാത്തമാറ്റിക്സിൻ്റെ സിലബസിലുള്ളത്. അതിൽ ആദ്യത്തെ 2 യൂണിറ്റ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രി എന്നുള്ള പോർഷനാണ്. അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമ്മൾ യൂണിറ്റ് 1 കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുവരെ ആരും സംശയങ്ങളൊന്നും ചോദിച്ചതായിട്ട് കാണുന്നില്ല. എൻ്റെ ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. ചോദിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് കണ്ടാലും മതി. കണ്ടിട്ട് അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. അതുകൊണ്ട് എല്ലാവരും വിളിക്കുന്നതിൽ വിമുഖതയൊന്നും കാണിക്കേണ്ട. എല്ലാവർക്കും ഫോണൊക്കെ ഉള്ളതാണ്, അൺലിമിറ്റഡ് കോൾസും ഉള്ളതാണ്. വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് തന്നെ വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയത്തിനൊക്കെ ദൂരീകരിക്കുന്നതാണ്. അപ്പോൾ അത് മറക്കാതിരിക്കുക, ഈ സംശയങ്ങൾ ചോദിക്കുന്ന കാര്യം. അപ്പം കാണുക, വീഡിയോ പൂർണ്ണമായും കാണുക, അതിനകത്തുള്ള സംശയങ്ങൾ നോട്ട് എഴുതുക. എന്നിട്ട് അതിനകത്തുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി മാത്സ് പാസ്സാവാൻ പറ്റും. അടുത്ത നമ്മൾ യൂണിറ്റ് 2 യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യാണ്. ട്രിഗണോമെട്രി 2 എന്നാണ് യൂണിറ്റ് 2 മൊത്തത്തിലുള്ള പേര്. അതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിൾസ്. Usually we denote angles by capital A, capital B, capital C, etc. This is a triangle and this is a vertex, this is also a vertex, this is also a vertex. We name the vertices capital A, capital B, capital C. Capital A is an angle, capital B is also an angle, capital C is also an angle. We usually denote the angles by capital letters A, B and C. This is a right triangle. Right triangle means one angle 90 degree ആയിരിക്കും. This is a right triangle and this angle is capital A, this one is capital B, this one is capital C. This triangle AB in which angle B is equal to 90 degree, therefore triangle ABC is a right triangle. We already defined what is sin A. Sin A is defined as opposite side by hypotenuse. Here A is the angle. If we multiply A by 2, we get 2A. If we multiply A by 3, we get 3A. Etc. അപ്പോൾ 2A, 3A, 4A എല്ലാം കിട്ടുന്നത് എങ്ങനെയാണ്? A എന്നുള്ള ആംഗിളിനെ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2, 3, 4 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ് ആണ്, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. എ എന്നുള്ള ആംഗിളിന് ഇൻറ്റിജേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ അപ്പോൾ നമുക്ക് 2A, 3A, 4A കിട്ടും. ഇതിന് പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ ആംഗിൾസ്. രണ്ടാമത്തെ സെറ്റിൽ എ എന്ന് പറയുന്ന ഗിവൺ ആംഗിൾ ആൻഡ് ഡിവൈഡ് എ ബൈ 2, 3 ആൻഡ് 4 എക്സെട്ര. Divide A by the integers 2, 3, 4 etc. We get A by 2, A by 3 and A by 4 etc. These angles are known as submultiple angles. Therefore, submultiple angles are obtained from capital A, the given angle capital A, by dividing the given angle capital A by 2, 3, 4 etc. Therefore, A by 2, A by 3, A by 4 etc. are called submultiple angles. In this section, in this topic, we have to derive the formula for sin 2A
cos 2a, tan 2a, sin 3a, cos 3a, tan 3a, sin a by 2, cos a by 2, tan a by 2. That is our aim. Formula for trigonometric formula for multiple angles. ഇവിടെ നമുക്ക് സൈൻ 2എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. 2a മൾട്ടിപ്പിൾ ആംഗിൾ ആണ്. എ നമുക്കറിയാം, സൈൻ എ നമുക്കറിയാം, പക്ഷേ സൈൻ 2a നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. കോസ് 2a അറിയില്ല, കോസ് 2a കണ്ടുപിടിക്കണം. ടാൻ 2a അറിയില്ല, ടാൻ 2a കണ്ടുപിടിക്കണം. അപ്പം ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് മൾട്ടിപ്പിൾ ആംഗിൾസ് 2a ആൻഡ് സൈൻ 3a അതുപോലെ 3a എന്നുള്ള മൾട്ടിപ്പിൾ ആംഗിളിൻ്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കണം. അതായത് സൈൻ 3a, കോസ് 3a, ടാൻ 3a കണ്ടുപിടിക്കണം. ഇനി നമുക്ക് സബ് മൾട്ടിപ്പിൾ ആംഗിളും ഇതുപോലെ കണ്ടുപിടിക്കണം. അതായത് സബ് മൾട്ടിപ്പിൾ ആംഗിൾ a by 2 ആണ്. a by 3ക്ക് ഫോമില നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. a by 2ൻ്റെ ഫോമില നമ്മൾ കാണും. സൈൻ a by 2 കാണും, കോസ് a by 2 കാണും, ടാൻ a by 2 കാണും. അപ്പോൾ ഏതൊക്കെ ഫോമുലാസാണ് നമുക്കറിയേണ്ടത്? സൈൻ 2a, കോസ് 2a, ടാൻ 2a, സൈൻ 3a, കോസ് 3a, സൈൻ a by 2, കോസ് a by 2, ടാൻ a by 2. അങ്ങനെ 6 ഫോമുല, 8 ഫോമുല നമുക്ക് കാണാതെ പഠിക്കണം. ഈ ഫോമുലാസ് എല്ലാം കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിലുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സൈൻ 2എയുടെ ഫോമുല കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രൂഫൊന്നും വേണ്ട, ഞാൻ ഇവിടെ പ്രൂഫ് എഴുതുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൂഫ് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ഫോമുല മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സൈൻ 2a ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സൈൻ a plus a. Sin a plus b means sin a plus a is same as sin a plus b. Therefore, apply the formula for sin a plus b. Formula for sin a plus b is sin a cos b plus cos a sin b. Sin a cos b, here b is also a, plus cos a sin b. Sin b is sin a is equal to, this one is sin a cos a, this one is also sin a cos a. Sin a cos a 2 times, therefore 2 sin a cos a. Sin 2a is equal to 2a is equal to 2 sin a cos a. Very important formula, trigonometric formula. Sin 2a is equal to, I got this result. Sin 2a is equal to 2 sin a cos a. Sin 2a, we proved that sin 2a is equal to 2 sin a cos a. This can be expressed as 2 sin a cos a divided by 1. Divided by 1, same result. Okay, we get the same result. 2 sin a cos a divided by 1 is same as 2 sin a cos a. 1 is the first fundamental result of trigonometry. Sin squared a plus cos squared a is equal to 1. It's the first fundamental result of trigonometry. Sin squared a plus cos squared a is equal to 1, or sin squared theta plus cos squared theta is equal to 1. Now replace 1 by sin squared a plus cos squared a. നമുക്ക് സൈൻ 2a 2 sin a cos a നമുക്കറിയാം. ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം നമ്പർ ആൻസറായിട്ട് കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ 2 sin a cos a ക്ക് പകരം എന്തെഴുതാം? 2 sin a cos a by 1 എന്ന് എഴുതാം. ഈ 1 എന്ന് പറയുന്നത് സൈൻ സ്ക്വയർഡ് എ പ്ലസ് കോസ് സ്ക്വയർഡ് എയുടെ വാല്യൂ ആണ്. ഇത് ട്രിഗണോമെട്രിയിൽ ആദ്യത്തെ റിസൾട്ട് നമ്മൾ പഠിച്ച റിസൾട്ട് ഇതാണ്. സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 1ന് പകരം നമുക്ക് സൈൻ സ്ക്വയർഡ് എ പ്ലസ് കോസ് സ്ക്വയർഡ് എ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ സൈൻ സ്ക്വയർഡ് എ പ്ലസ് കോസ് സ്ക്വയർഡ് എ എന്ന് എഴുതി.
Here we divide numerator and denominator by cos squared a. അതായത് ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിലയ്ക്ക് വ്യത്യാസം വരില്ല. ഹിയർ വി ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് സ്ക്വയർഡ് എ. ഇത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോസ് സ്ക്വയർഡ് എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഒരു കോസേ പറ്റില്ല. ഒരു കോസേ പോയാൽ താഴെ ഒരു കോസേ ഉണ്ട്. അപ്പോൾ 2 sin a by cos a. 2 sin a by cos a is equal to 2 tan a. Here divide each quantity by cos squared a. Sin squared a by cos squared a. Sin a by cos a tan a. Sin squared a by cos squared a tan squared a. Plus cos squared a divided by cos squared a 1. Therefore 2 tan a by 1 plus tan squared a. This is the second formula for sin 2a. Therefore sin 2a have two formulas. One is 2 sin a cos a. The second one is 2 tan a by 1 plus tan squared a. Very important. By heart this result. നിങ്ങളത് കാണാതെ പഠിക്കുക ഈ റിസൾട്ട്. അടുത്ത നമുക്ക് വേണ്ടത് cos 2a വാല്യൂ കണ്ടുപിടിക്കുക. cos 2a cos 2a നമുക്ക് cos a plus a എന്ന് എഴുതാം. cos 2a can be expressed as cos a plus a. Then apply the formula for cos a plus b. ഇത് cos a plus b എന്നുള്ള രൂപത്തിലാണ്. അതുകൊണ്ട് cos a plus b യുടെ ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. Formula for cos a plus b is equal to cos a cos b minus sin a sin b. Here a and b is same. Therefore cos a into cos a minus sin a into sin a is equal to cos squared a minus sin squared a. This is the first result for cos 2a. Again sin squared a plus cos squared a is equal to 1. Therefore sin squared a is equal to 1 minus cos squared a. Here replace sin squared a by 1 minus cos squared a. ഈ എക്സ്പ്രഷനിൽ സൈൻ സ്ക്വയർഡ് എക്ക് പകരം 1 മൈനസ് കോസ് സ്ക്വയർഡ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് 1 മൈനസ് കോസ് സ്ക്വയർഡ് എ ഈക്വൽ ടു കോസ് സ്ക്വയർഡ് എ മൈനസ് റിമൂവ് ദി ബ്രാക്കറ്റ്. We get minus 1 minus minus plus cos squared a is equal to 2 cos squared a minus 1. This is the second result for cos 2a. ഇതും കാണാതെ പഠിക്കണം. എന്താണ് cos 2aക്ക് പകരം നമുക്ക് 2 cos squared a minus 1 എന്ന് എഴുതാം. നെക്സ്റ്റ് sin squared a plus cos squared a 1 ആണ്. ഇതിൽ cos squared a is equal to 1 minus sin squared a. cos squared aക്ക് പകരം 1 minus sin squared a എന്ന് നമുക്ക് എഴുതാം. Then replace cos squared a by 1 minus sin squared a. 2 into 1 minus sin squared a minus 1. Remove the bracket or multiply this bracket by 2. അതായത് ഈ ബ്രാക്കറ്റിലുള്ള ഓരോ എലമെന്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore 2 into 1 is 2 minus 2 into sin squared a minus 1. 2 minus 1 is 1 is equal to 1 minus 2 sin squared a. 1 minus 2 sin squared. This is the third result for cos 2a. First we put that cos 2a is equal to cos squared a minus sin squared a, which is same as cos squared a minus sin squared a divided by 1. വിലയ്ക്ക് വ്യത്യാസം വരില്ല. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിലയ്ക്ക് വ്യത്യാസം വരില്ല. cos squared a minus sin squared a പകരം cos squared a minus sin squared a by 1 എന്ന് എഴുതാം. ഇനി 1 പകരം cos squared a plus sin squared a is equal to cos squared a minus sin squared a divided by cos squared a plus sin squared a. ഇവിടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോസ് സ്ക്വയർഡ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ന്യൂമറേറ്ററിനെ ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് സ്ക്വയർഡ് എ is equal to cos squared a minus sin squared a by cos squared a divided by cos squared a plus sin squared a by cos squared a. ഇവിടെ cos squared a by cos squared a വരും 1 എന്ന് വരും. 1 minus here divide sin squared a by cos squared a. Sin by cos is tan. Sin squared a by cos squared a is tan squared a. 1 minus tan squared a divided by divide cos squared a by cos squared a. Cos squared a by cos squared a is 1 plus divide sin squared a by cos squared a. Sin by cos is tan or tan squared a. This is the fourth result for cos 2a. Therefore, there are 4 results for cos 2a. First result, cos 2a is equal to cos squared a minus sin squared a. Second result, cos 2a is equal to 2 cos squared a minus 1. Third result, cos 2a is equal to 1 minus 2 sin squared a. And fourth result, cos 2a is equal to 1 minus tan squared a divided by 1 plus tan squared a. Therefore, next trigonometric value of 2a. Therefore, tan 2a, trigonometric value of tan 2a. Next, find the results for tan 2a. അടുത്ത നമ്മൾ tan 2a റിസൾട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. tan 2a നമുക്ക് tan 2a can be expressed as tan a plus a. Tan 2a can be expressed as tan a plus a. Tan a plus b form. Formula for tan a plus b is tan a plus tan b by 1 minus tan a tan b. Tan a plus tan b divided by 1 minus tan a into tan a. Apply the formula tan a plus b. Tan a plus tan b divided by 1 minus tan a tan b. Here a and b are same. Therefore, tan a plus tan a by 1 minus tan a tan a. Tan a plus tan a is twice tan a. 2 times tan a. 2 tan a divided by 1 minus tan squared a. This is the result for tan 2a. This is the consolidated list of formulas. Sin 2a 2 formulas, cos 2a 4 formulas, tan 2a only 1. By heart all these formulas. Okay, no proof needed. Okay, just forget that proof and you remember these results well, or by heart all these results. Next, sin 3a cos 3a ഫോമുലയാണ്. ഈ രണ്ട് ഫോമുലയും പ്രൂഫ് ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളത് ബൈ ഹാർട്ട് ആക്കുക, കാണാതെ പഠിക്കുക. sin 3a is equal to 3 sin a minus 4 sin cube a. എല്ലാം സൈൻ ആയിരിക്കും. cos 3a is equal to 4 cos cube a minus 3 cos a. ഇതിലെല്ലാം കോസ് ആണ്. sin 3യുടെ റിസൾട്ടിലെല്ലാം സൈനും cos 3യുടെ റിസൾട്ടിലെല്ലാം കോസുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരും, അത്രയേ ഉള്ളൂ. sin 3a വരുന്നത് 3 sin a minus 4 sin cube a എന്ന് വരും. ഇവിടെ cos 3aയിൽ 4 cos cube a അധികം വരും, മൈനസ് 3 cos a. ഇത് നിങ്ങൾ ഈ രണ്ട് റിസൾട്ടും ബൈ ഹാർട്ട് ആക്കുക. ഇതിൽ നിന്നും പ്രോബ്ലംസ് ചോദിക്കും. Next, another set of results. We know that cos 2a is equal to 2 cos squared a minus 1. Then transform minus 1 to the left side. We get 1 plus cos 2a is equal to 2 cos squared a. Then divided by 2. We get cos squared a is equal to 1 plus cos 2a by 2. By heart this result. Cos squared a is equal to 1 plus cos 2a by 2. Next, we know that cos 2a is 1 minus 2 sin squared a. Transform minus 2 sin squared a to the left side and cos 2a to the right side. We get 2 sin squared a is equal to 1 minus cos 2a. Dividing by 2, we get sin squared a is equal to 1 minus cos 2a by 2. By heart the result is sin squared a. Sin squared a is equal to 1 minus cos 2a by 2. Then what is tan squared a? Tan is sin by cos. Therefore, tan squared a is sin squared a by cos squared a. Replace sin squared a by 1 minus cos 2a by 2. And cos squared a by 1 plus cos 2a by 2.
2 got cancelled. We get tan squared a is equal to 1 minus cos 2a divided by 1 plus cos 2a. Therefore, tan is the square root of 1 minus cos 2a by 1 plus cos 2a. Tan a is equal to root of 1 minus cos 2a by 1 plus cos 2a. By heart, all these results, no proof. We proved that cos squared a is equal to 1 plus cos 2a by 2. Therefore, taking square root, we get cos a is equal to root of 1 plus cos 2a by 2. Here, we replace a by 2. അത് എ എന്നുള്ള ക്വാണ്ടിറ്റിയെ നിങ്ങൾ അതിൻ്റെ പകുതിയാക്കുക, a by 2 ആക്കുക. Therefore, cos a by 2 is equal to root of 1 plus a is a by 2. So 2 into a by 2. 2 got cancelled, cos a by 2. Cos a by 2 is equal to root of 1 plus cos a by 2. Sub-multiple angle formula. Here, sin squared, you know that sin squared is equal to 1 minus cos 2a by 2. Therefore, sin a is equal to square root of 1 minus cos 2a by 2. Replace a by 2. A ക്ക് പകരം a by 2 substitute ചെയ്യുക. Sin a by 2 is equal to root of 1 minus cos a by 2. Submultiple formula sin a by 2, root of 1 minus cos a by 2. Then this is tan squared a. You know that tan squared a is equal to 1 minus cos 2a by 1 plus cos 2a. Taking square root, we get tan a is equal to square root of 1 minus cos 2a by cos 2a. Replace a by 2. A പകുതിയാക്കുക. a ക്ക് പകരം a by 2 substitute ചെയ്യുക. We get tan a by 2 is equal to root of 1 minus 2a becomes half, that is a, cos a divided by 1 plus cos a. Tan a by 2 is equal to root of 1 minus cos a by 1 plus cos a. Submultiple angles, sin a by 2, cos a by 2 and tan a by 2. By heart, all three results. Okay. If theta is acute and tan theta is equal to 3 by 4, evaluate sin 2 theta, cos 2 theta and tan 2 theta. We know the formulas for sin 2 theta, cos 2 theta and tan 2 theta. Write the formula and substitute tan theta. We get the result. What is sin 2 theta result? Sin 2 theta is equal to 2 tan theta by 1 plus tan squared theta is equal to 2 into 3 by 4 divided by tan theta 3 by 4. 1 plus tan squared theta 3 by 4 square 9 by 16 is equal to 2 into 3 6 by 4 divided by cross multiplication 16 plus 9 by 16 is equal to 6 by 4 divided by 16 plus 9 25 by 16 is equal to 6 by 4 into 16 by 25 for 24 by 25. This is sin 2 theta. Then cos 2 theta. 1 minus tan squared theta divided by 1 plus tan squared theta. Cos 2 theta is 1 minus tan squared theta, 1 plus tan squared theta. Tan theta 3 by 4, square is 9 by 16. 1 minus 9 by 16 divided by 1 plus 9 by 16. Cross multiplication 16 minus 9 by 16 divided by 16 plus 9 by 16. 16 got cancelled. 16 minus 9, 7 by 25. This is cos 2 theta. Then tan 2 theta. Tan 2 theta is sin 2 theta by cos 2 theta.
then 2 theta is equal to sin 2 theta is 24 by 25 divided by 7 by 25. 25 will cancel, answer 24 by 7.